പുല്ലേപ്പടി ജംഗ്ഷനിലേക്ക് മലയാള പ്രേക്ഷകരെ സിദ്ദിഖും ലാലും കൂടി അങ്ങ് കൊണ്ടുവന്നു. ഒരുപക്ഷെ ആ ജംഗ്ഷനിൽ വെച്ചാണ് നിങ്ങൾ മലയാള പ്രേക്ഷകരെ അമ്മാനമാടാൻ തുടങ്ങിയത്. അവിടുത്തെ പരീക്ഷണമാണ് പിന്നീട് മലയാള സിനിമയിൽ വലിയൊരു പരീക്ഷണമായി മാറിയത്. അവിടെ ഞങ്ങളങ്ങനെ സിനിമാ പ്രവർത്തകരാകുമെന്നൊന്നും നമുക്കറിയില്ലായിരുന്നു. സിനിമകൾ കാണുക, സിനിമ കാണാൻ വേണ്ടിയാണ് ഉണരുന്നത് തന്നെ. രാവിലെ ഉറക്കമുണർന്ന് ഇന്ന് ഏതൊക്കെ സിനിമ കാണാൻ, പ്രധാന ഭക്ഷണം സിനിമയാണ്. അപ്പോൾ രാവിലെ മോർണിംഗ് ഷോ, മാറ്റിനി, ഫസ്റ്റ് ഷോ, സെക്കൻഡ് ഷോ വരെ. ഇനി അതിനുശേഷം ഒരു ഷോ ഇല്ലല്ലോ എന്നുള്ളതാണ് നമ്മുടെ സങ്കടം, ദുഃഖം. സിനിമ കാണാൻ വേണ്ടി ജീവിക്കുന്ന കുറച്ച് കൂട്ടുകാരുണ്ടായിരുന്നു. ഞങ്ങൾ സിനിമയായിരുന്നു ഞങ്ങളുടെ ചർച്ച. അക്കാലത്തെ സിദ്ദിഖിൻ്റെ ഒരു സുഹൃത്ത് ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൽ വരാൻ ആഗ്രഹിക്കുന്നു. വരട്ടെ. എനിക്ക് സിദ്ദിഖിനോട് ചോദിക്കാനുള്ളത്, എല്ലാ കാലത്തും, പഠിക്കുന്ന കാലത്തും പഠിച്ചതിന് ശേഷവും ഈ നാട്ടിലെ സാധാരണ മനുഷ്യർ, പട്ടിണിക്കാർ, പ്രാരാബ്ധക്കാർ, തൊഴിലില്ലാത്തവർ, വിഷമം അനുഭവിക്കുന്നവർ, ഇങ്ങനെയുള്ള മനുഷ്യരുമായി അക്കാലത്ത് തന്നെ സിദ്ദിഖിന് വലിയ ബന്ധമുണ്ടായിരുന്നു. സിനിമയിൽ പോയി വലിയ തരത്തിൽ വിജയമുണ്ടായി, പണമുണ്ടായി, വേണമെങ്കിൽ ഒരുപാട് മാറ്റമൊക്കെ ഉണ്ടാക്കാൻ കഴിയുമായിരുന്ന പശ്ചാത്തലത്തിൽ നിന്നിട്ടും ആ വിപുലമായ സാധാരണ മനുഷ്യരുമായിട്ടുള്ള ബന്ധം, പട്ടിണിക്കാരോടും പാവപ്പെട്ടവരോടൊക്കെയുള്ള വിപുലമായ ബന്ധം ഇന്നും നിലനിർത്താൻ സിദ്ദിഖിനെ പ്രേരിപ്പിക്കുന്ന അടിസ്ഥാന നന്മയുടെ പിന്നിലുള്ള വികാരം എന്താണ്? ഈ ചങ്ങാതി നിങ്ങളുടെ കൂടെ പഠിച്ചതാണ്. എൻ്റെ മഹാരാജ് എം വി ബെന്നി ഞങ്ങളുടെ മഹാരാജ് കോളേജിൻ്റെ ചെയർമാനും ഒക്കെ ആയിരുന്നു. മലയാളം വാരികയുടെ എഡിറ്ററും ഒക്കെ ആയിരുന്നു. എം വി ബെന്നി എൻ്റെ കൂടെ പഠിച്ചാണ് മലയാളം. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു മഹാരാജസിൻ്റെ ഡിഗ്രി. അപ്പോൾ ബെന്നി ഒക്കെ ബെന്നിയെ പോലെ ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോഴൊക്കെ ഞാൻ അത്ഭുതപ്പെടും, അങ്ങനെ ആളുകൾ മാറുമോ? നമ്മൾ ആളുകൾ മാറുന്നുള്ള കാര്യം സിദ്ദിഖിന് അറിയില്ല. സിനിമയിൽ എത്ര പേര് മാറിയിട്ടുണ്ട്. പക്ഷെ അവരവർക്ക് മാറില്ലല്ലോ, മറ്റുള്ളവർക്ക് മാറാം. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ കാണുന്നത് പലരും പല ആംഗിളിലാണ്. സിദ്ദിഖ് വൻ വിജയം കൊയ്യുമ്പോൾ സിദ്ദിഖിനെ കാണുമ്പം ഹായ് എന്ന് പറയുന്ന ആള് സിദ്ദിഖ് വൻ പരാജയത്തിൻ്റെ പടുക്കുഴിയിലാണെങ്കിൽ തിരിഞ്ഞു വന്നു പോകുന്ന കാഴ്ചയില്ലേ സിനിമയിൽ? അതുണ്ടാകും, സ്വാഭാവികമാണ്. പക്ഷേ അതിനെ നമ്മൾ അവരുടെ ആംഗിളിലാണ് കാണുക. എൻ്റെ ആംഗിളിൽ ഞാൻ അങ്ങനെ തന്നെയാണ്. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ആഹ്ലാദങ്ങളുമില്ല, വലിയ നിരാശകളുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എവിടെ നിന്ന് തുടങ്ങിയതാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ എവിടെയോ എത്തി നിൽക്കുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാം നേട്ടങ്ങളാണ്. മറ്റുള്ളവർ എന്നെ ഇപ്പോഴത്തെ ഒരു ആംഗിളിലാണ് എന്നെ കാണുന്നത്. അവിടെ നിന്ന് ഞാൻ മേളിലേക്ക് പോകുന്നുണ്ടോ എന്ന് മാത്രമാണ് അവർ ചിന്തിക്കുന്നത്. ഞാൻ നോക്കുന്നതല്ല, ഞാൻ തുടങ്ങിയിടത്തുനിന്ന്. സിദ്ദിഖ് നോക്കുന്ന ഒരു പക്ഷേ ഈ പറഞ്ഞ ഒരു സ്കൂൾ വിദ്യാർത്ഥി മിമിക്രി മോണാക്ട് നടത്തുന്നു, പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു സ്കൂളിൽ ഒരു ക്ലാർക്കായി ചേരുന്നു. ഒരു ക്ലാർക്കിൽ നിന്ന് ഇപ്പോൾ എത്തിയിരിക്കുന്ന ദൂരം, അതാണ് സിദ്ദിഖ് അളക്കുന്നത്. അതെ, എല്ലാം ഞാൻ തന്നെയല്ലേ, ബേസിക് ഞാൻ തന്നെയല്ലേ. ഇതേ ശരീരം തന്നെയായിരുന്നു, ഇതേ ബുദ്ധി തന്നെയായിരുന്നു, ഇതേ കൈകൊണ്ട് തന്നെ, ഇതേ ബുദ്ധി കൊണ്ട് ഒക്കെ തന്നെയാണ് ഞാൻ അവിടെയൊക്കെ ജോലി ചെയ്തിട്ടുള്ളത്. ഞാൻ തന്നെയാണ് ഇന്നും ബേസിക്കലി. പക്ഷേ എൻ്റെ പ്രവർത്തന മേഖല മാറി എന്ന് വെച്ചിട്ട് ബേസിക് ഞാൻ മാറാൻ പാടില്ലല്ലോ. അങ്ങനെ കലാഭവനിലെത്തുന്നു. അതിനിടയിലാണ് ഒരു ക്ലാർക്കിൻ്റെ ജോലി കിട്ടുന്നത് സിദ്ദിഖിന്. അതെല്ലാം കൂടിയാണ്. ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞു, ഡിഗ്രി ഫസ്റ്റ് ഇയർ ആകുമ്പോഴാണ് എനിക്ക് സ്കൂളിൽ ജോലി കിട്ടുന്നത്. അപ്പോൾ മഹാരാജ് കോളേജിലെ എൻ്റെ പഠനം ഞാൻ ഈവനിങ് കോളേജിലേക്ക് മാറ്റി. അപ്പോൾ മഹാരാജാസിൽ ഈവനിങ് കോളേജിലെ പഠനം, സ്കൂളിലെ ജോലി, കലാഭവനിലെ മിമിക്സ് പരേഡ്, ഇതെല്ലാം കൂടിയാണ് ഒരുമിച്ച് പോകുന്നത്. അതായത് 24 മണിക്കൂർ തികയാതെ വരുന്നൊരു സമയമുണ്ടല്ലോ. ഈവനിങ് ക്ലാസ്സിൽ പോയത് കൊണ്ട് സിദ്ദിഖിന് കുറച്ച് പൈസ നഷ്ടം ഉണ്ടായെന്ന് ആരോ പറഞ്ഞു. ഇടയ്ക്ക് ബൾബ് മേടിച്ചോണ്ട് പോകുമായിരുന്നു സ്കൂളിൽ. അല്ല, കോളേജിൽ ഞാൻ 5:30-6 മണിക്ക് ക്ലാസ് വിട്ടിട്ട് നേരെ കോളേജിൽ ചെല്ലുമ്പോൾ രാത്രി ഈ ക്ലാസ് റൂമുകളിൽ ബൾബ് തൂങ്ങുന്നത്, അത് രാത്രിക്ക് വേണ്ടിയിട്ടാണ് ബൾബ് അവിടെ തൂങ്ങുന്നത്. ഡേ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇതൊരു തമാശ, ഇതെന്തിനും ഇവിടെ ഒരു ബൾബ്? അവർക്കറിയില്ല ഇത് വൈകുന്നേരം ഇവിടെ ചില വിദ്വാന്മാർ ഇവിടെ പഠിക്കാൻ അറിയാത്തതുകൊണ്ടൊന്നുമല്ല, ഒരു ബൾബ് കിട്ടിയ നല്ല കാര്യം അവർ പൊട്ടിച്ചു കളയും. അപ്പോൾ ഒരു ഗവൺമെൻറ് കോളേജാണല്ലോ മഹാരാജ്, അവിടെ ഒരു ബൾബ് പൊട്ടിപ്പോയാൽ ആ ബൾബിന് രണ്ടാമത് ഇടണമെങ്കിൽ ഒരുപാട് പ്രൊസീജിയറുണ്ട്. അപ്പോൾ അവസാനം ഞാൻ തന്നെ ബൾബ് കാശ് കൊടുത്ത് വാങ്ങിക്കും. അപ്പോൾ എൻ്റെ ദയാനന്ദൻ സാറാണ്, പ്രൊഫസർ ദയാനന്ദൻ സാറാണ് അന്ന് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ, തുറവൂർ വിശ്വംഭര സാറൊക്കെയാണ്. അവർ പറഞ്ഞു, സിദ്ദിഖ് ഒരു കാര്യം ചെയ്യും, സിദ്ദിഖ് ബൾബ് വാങ്ങിച്ചുകൊണ്ട് വരും എന്ന് പറയും. ബൾബ് സിദ്ദിഖിനെ ഉരുകൊണ്ട് പോകുമെന്ന് പറയും. അങ്ങനെ ഞാൻ വന്നിട്ട് ബൾബ് ഇടും, സാറ് ടോർച്ചടിച്ച് തരും, ഞാൻ ബൾബ് ഇടും. വേറൊരു തമാശയുള്ള ഞാൻ മാത്രമേ ഉള്ളൂ മലയാളത്തിൽ. ഞാൻ ഒരു സ്റ്റുഡൻ്റാണ്, എന്നെ പഠിപ്പിക്കാൻ 3 അധ്യാപകരാണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കും 3 അധ്യാപകർ മാറി മാറി വരികയൊക്കെ ചെയ്യുന്ന അങ്ങനെ ഒരു വലിയൊരു സൗഭാഗ്യം സിദ്ദിഖിന് കിട്ടി. പിന്നെ പലപ്പോഴും കറണ്ട് ഉണ്ടാവില്ല. കറണ്ട് ഇല്ലാത്തപ്പോൾ ഞങ്ങൾ നേരെ ഞാനും സാറും കൂടി പോയി പാർക്കിൽ പോയി അവിടുത്തെ അവിടെ ഇരുന്ന് ക്ലാസ് തുടരും.
അത് കഴിഞ്ഞിട്ട് നമുക്ക് നടക്കാൻ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൊണ്ട് നടന്നുകൊണ്ട് സാറ് ഇങ്ങനെ റോഡിൽ ഇങ്ങനെ നടന്നുകൊണ്ടേ ക്ലാസ് എടുക്കും. വളഞ്ഞമ്പലത്ത് സാറിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി, ദയാനന്ദൻ സാറാണെങ്കിൽ വളഞ്ഞമ്പലത്താണ്, വീട്ടിൽ കൊണ്ടുപോയി ആക്കുന്നത് വരെ ക്ലാസ് എടുത്തും സാർ അവിടെ ഇരുത്തിയിട്ട് എനിക്കൊരു ചായ തരും. ആ ചായയും നിന്നിട്ടാണ് ക്ലാസ് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും ഒരു 9-9:30 ആവും. അതേപോലെ തന്നെയാണ് വിശ്വംഭരൻ സാറിൻ്റെ കാര്യമാണെങ്കിൽ. വിശ്വംഭരൻ സാറ് ഞാനുമായിട്ട് നടക്കും. സാറിൻ്റെ വീടന്ന് പച്ചാളത്താണ്, പച്ചാളം വരെ ഞാൻ സാറിൻ്റെ കൂടെ നടക്കും. ഈ പോകുന്നൊക്കെ ക്ലാസ്സാണ്. സാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ കുറിച്ചെടുക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ പഠിക്കുമായിരുന്നു നന്നായിട്ട്. നന്നായി പഠിക്കുമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് താല്പര്യമില്ലാത്ത ചില വിഷയങ്ങളുണ്ട്. കണക്ക്, സയൻസ്, അത്തരം കാര്യങ്ങളിലൊന്നും എനിക്ക് അതൊരു മറ്റു മലയാളമൊക്കെ എനിക്ക് ഒറ്റ പ്രാവശ്യം വായിച്ചു. ആർട്സാണ് നമ്മുടെ വിഷയം അല്ലേ? സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു താല്പര്യവുമായി ബന്ധപ്പെട്ടാണല്ലോ എനിക്ക് താല്പര്യം ഉള്ള ഇപ്പോൾ ചരിത്രം, ഇത് ആ കാര്യങ്ങളിലൊക്കെ എനിക്ക് ഫുൾ മാർക്കാണ്. കലാഭവനിലേക്കുള്ള എൻട്രി ഒരുപാട് പേരെ രക്ഷപ്പെടുത്തിയൊരു സ്ഥാപനമാണ് കലാഭവൻ. അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ ഞങ്ങൾക്ക് കിട്ടില്ലായിരുന്നു. തീർച്ചയായിട്ടും ഞാനത് ആലോചിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടി ഉണ്ടായതാണോ കലാഭവൻ എന്ന് തോന്നുന്നുണ്ട്. കലാഭവൻ ഇല്ലായിരുന്നുവെങ്കിൽ, അങ്ങനെ ഒരു പ്രസ്ഥാനമില്ലായിരുന്നുവെങ്കിൽ പലരും സിനിമയിലേക്ക് ഇത്ര പെട്ടെന്ന് എത്തില്ലായിരുന്നു. എത്തുമായിരിക്കും, കറങ്ങി തിരിഞ്ഞൊക്കെ.